ചേച്ചി എന്നെ കണ്ടതാ. ഇവിടെ കുറച്ച് ചേട്ടന്മാരുണ്ട്. ഇവരൊക്കെ ആംബുലൻസിന്റെ ആളുകളാണോ? നിങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നയാ? ആംബുലൻസ് ഡ്രൈവേഴ്സാണ്. യാത്രക്കാരെ കൊണ്ടെത്തുന്നതും ഒരു അത്യാവശ്യമാണല്ലോ അല്ലെ? കൃത്യമായിട്ട് എത്തിക്കാന്നുള്ളത്. അതാണ് ഇവര് ഉറക്കൊന്നുമില്ല. നമ്മളെ നമ്മൾ ഉള്ളതാണല്ലോ അല്ലെ? അതെ, അതാണ്. അപ്പൊ ഇവിടെ കുറെ ചേട്ടന്മാരെ നമ്മൾ പരിചയപ്പെട്ടത്. അവര് ഈ ഡ്രൈവേഴ്സ് ആണ്. അവർ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലാതെ ആളുകൾ ഇവിടെ എത്തിക്കണം. അതും ആവശ്യമുള്ള കാരണം ഇവിടേക്ക് ആളുകൾ എത്തണമല്ലോ, അല്ലെങ്കിൽ ഭക്തരെ വിശ്വാസികൾ എത്തണം. അപ്പൊ വിശ്വാസികൾ എത്തിക്കാൻ പെടുന്ന മറ്റൊരു ഭാഗമാണ് ഈ ഡ്രൈവർമാരെന്ന് പറയുന്നത്. അവരെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പൊ എന്തായാലും അശ്വതി, ശ്രീജ, വലിയ തിരക്കാണ്, ഒരുക്കങ്ങളാണ് എന്ന് വളരെ കൃത്യമായി പറയാം. ഞാൻ ആറ്റുകാൽ ക്ഷേത്രത്തിന് മുൻവശത്താണുള്ളത്. ഇവിടെ തിരക്കാണിതാ നമുക്ക് കാണാം. ഒരുക്കത്തിലുള്ള ഒരു ചേച്ചി ഈ അടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കലമൊക്കെ ആയിട്ട് പോകുകയാണ്. അവരൊക്കെ എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടി അവിടെ ഇരുന്ന് പൊങ്കാല ഇടാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പൊ എന്തായാലും വലിയ ഒരുക്കങ്ങളാണ്. ഇനി നമുക്ക് ഈ കുറച്ചുകൂടെ കഴിഞ്ഞാൽ പൂർണ്ണമായും ആ ഒരു ഒരുക്കത്തിലോട്ട് ആളുകൾ കടക്കും. എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിക്കൊണ്ട് അടുപ്പ് വെട്ടിനുള്ള കാത്തിരിപ്പായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. എവിടെയാണ് തിരക്കില്ലാത്തത്? നമ്മളോടാണെങ്കിൽ പോലീസുകാരൊക്കെ വന്നിട്ട് പതുക്കെ പറയുന്നുണ്ട്, ഇവിടെ കുറെ നേരം ആയല്ലോ നിൽക്കുന്നു, അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് മാറാൻ നിർവാഹമില്ലെന്ന് മാത്രമേ നമുക്ക് അങ്ങോട്ട് പറയാനുള്ളൂ. കാരണം ഒരുപാട് പേര് ശ്രീജ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് വരാതെ വീട്ടിലിരുന്ന് ടിവിയിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. ഈ ഒരു ആംബിയൻസ് നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാകും. അവർക്ക് വേണ്ടി നമുക്കിത് സംസാരിച്ചേ മതിയാകും. ഇവിടുത്തെ ദൃശ്യങ്ങൾ അവർക്ക് എത്തിച്ചേ മതിയാകും. ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ വശങ്ങളിൽ നിന്ന് നാമം ചൊല്ലി മണിക്കൂറോളമായിട്ട് ക്യൂവിൽ നിന്ന് അവിടെ ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റില്ല. ഒരു അര സെക്കൻഡൊക്കെ നിന്നിട്ട് ദേവി ഒന്നിങ്ങനെ കണ്ടുപോകാനേ പറ്റുള്ളൂ. പക്ഷെ അത് മതി ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ ഇനിയുള്ള ഒരു വർഷം അവരുടെ ഒരു എന്താ പറയാ, അവരുടെ മനസ്സിലെ ഏറ്റവും വലിയൊരു ഫീലിംഗ് എന്ന് പറയുന്നത് ആ ഒരു മൊമെന്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് പോയി ആ പൊങ്കാല ഇടുമ്പോഴാണ് ഇതൊരു സർക്കിൾ ആയിട്ട് ഇതിങ്ങനെ പൂർണ്ണമാവുന്നത്. നമ്മളെപ്പോഴും സ്ത്രീകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പക്ഷെ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പുരുഷന്മാര്, പ്രത്യേകിച്ച് പോലീസ് അടക്കമുള്ള നേരത്തെ അതെ എന്റെ പുറകിൽ അക്ഷരാർത്ഥത്തിലുണ്ട്. അപ്പോ അത്തരത്തിൽ ഒരുപാട് പേരും നേരത്തെ പറഞ്ഞ പോലീസുകാരുടെ എണ്ണോട് കഴിഞ്ഞ് 4000-ഓളം എന്ന് നമുക്ക് പറയാം. അപ്പം ക്യാമറകൾ, സുരക്ഷാ ക്യാമറകളടക്കം, CCTV ക്യാമറകളടക്കം ഒക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു ദൃശ്യം കണ്ടതാണ്. ഒരു കുഞ്ഞിന്റെ പാദസരമൊക്കെ മോഷ്ടിച്ചു പോകുന്ന ദൃശ്യം നമ്മളെ ഭയങ്കരമായിട്ട് അലോസരപ്പെടുത്തിയ ഒരു ദൃശ്യമായിരുന്നു. കാരണം ഈ തിരക്കിനിടയിൽ ഇങ്ങനെ വന്ന് ഇത്രയും അടുത്ത് ചേർന്ന് നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് അദ്ദേഹം കാണുകയും ചെയ്തു. CCTVയിൽ അദ്ദേഹത്തെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ക്യാമറകൾ ഉള്ളപ്പോഴും അത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് നാണക്കേടാണ്. അല്ലെ, ഈ ആറ്റുകാൽ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥലമാണ്. ഇവിടേക്കാണ് ഇത്രയേറെ ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നത്. അപ്പോ ഇവിടെ പൂർണ്ണമായും ഒരു അപകടവും ഇല്ലാതെ നമുക്ക് അനുഭവങ്ങളൊക്കെ ഉള്ളതാണ്. തിരക്ക് കൂടുമ്പോൾ എന്ത് സംഭവിക്കുക എന്നുള്ള അനുഭവങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ പഴുതടച്ച ഒരു ക്രമീകരണം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന് പറയേണ്ടതാണ്. നേരുമ്പോ അതിന് കൂടെ ചേർത്ത് പറയുന്ന ഒരു വാക്ക് സുരക്ഷിതമായി. നമ്മൾ പൊങ്കാല ഇട്ടിട്ട് വരുമെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ ആളുകൾ നമ്മളെ വിടുമ്പോൾ പറയുന്നത് സേഫ് ആയിട്ട് ഇട്ടിട്ട് വരും, സുരക്ഷിതമായിട്ട് ഇട്ടിട്ട്. കാരണം നമുക്കറിയാം പ്രതികൂല കാലാവസ്ഥയാണ്. പലപ്പോഴും വലിയ വെയിൽ ആ സമയത്ത് ഉണ്ടാകാറുണ്ട്. ഉച്ച സമയമാണ്. അപ്പോൾ തീ പടർന്നു പിടിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതിനൊക്കെയുള്ള അനൗൺസ്മെന്റ് എല്ലാവരും, എല്ലാ വിഭാഗവും ഒന്നിച്ചുള്ള ഒരു പ്രവർത്തനം, ഒരു ഏകോപനം നമുക്ക് നമ്മളെപ്പോഴും വിഷ്വൽസിൽ കാണുന്ന സ്ത്രീകളെ ആയിരിക്കും. പക്ഷെ ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. അത് വീട്ടിൽ നിന്ന് ഏറ്റവും ആദ്യം വീട്ടിൽ നിന്ന് വണ്ടിയിൽ കൊണ്ടാക്കി കൊടുക്കുന്ന ആൾ തൊട്ട് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഈ ക്രമീകരണങ്ങൾ മുഴുവൻ ചെയ്യുന്ന പൗരസമിതിക്കാർ, അവരുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. തിരുവനന്തപുരം നഗരത്തിൽ കൂടെ ഇങ്ങനെ ഇപ്പൊ വെറുതെ പോകുമ്പോൾ എല്ലാ കുഞ്ഞു കോർണറുകളിലും പൗരസമിതിക്കാരുടെ നേതൃത്വത്തിൽ ഒരു ചെറിയൊരു സ്റ്റേജൊക്കെ കെട്ടി അവിടെ ഒരു വിളക്കൊക്കെ വെച്ച ഒരു കാര്യം ഉണ്ടാവും. ഒപ്പം ഇന്നത്തെ ദിവസം ആ ഭാഗത്ത് പൊങ്കാല ഇടുന്ന സ്ത്രീകൾക്കുള്ള വെള്ളം, ഭക്ഷണം, ഫ്രൂട്ട്സ്, അങ്ങനെ അവർ ക്ഷീണിക്കാതെ തിരിച്ച് അവരെ മടക്കി അയക്കുന്നവരെയുള്ള ഉത്തരവാദിത്വം ഓരോ തവണയും പുരുഷന്മാരാണ്. ഈ കുഞ്ഞു സ്ഥലത്തൊക്കെ ഇപ്പൊ 2 ടീമുകളൊക്കെ തമ്മിൽ മത്സരം. അതുകൊണ്ടാണ് മത്സരം എന്ന് പറഞ്ഞാൽ ആരാണ് നല്ല ഫുഡ് കൊടുക്കുക, വൃത്തിയുള്ള ഫുഡ് കൊടുക്കുക, എത്ര പേർക്ക് കൊടുക്കുന്നു, എണ്ണ അടുത്ത തവണ കൂട്ടുന്നു, അങ്ങനെയുള്ള നല്ല ഗംഭീര മത്സരം. അതിന്റെ ഗുണഭോക്താക്കൾ എന്തായാലും അവിടെ പൊങ്കാലിടുന്ന സ്ത്രീകളാണ്. ഈ മത്സരം കൂടുതൽ നന്നാവുന്നതിനനുസരിച്ച് അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ കൂടി വരികയാണ്. അപ്പോഴും നമ്മൾ ഏറ്റവും അശ്വതി പറഞ്ഞതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സുരക്ഷിതമായ പൊങ്കാല, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. വെയിലാണ്. ഇപ്പൊ സമയം 6:30 നേരെ പുലർന്നു വരുന്നതേ ഉള്ളൂ. പക്ഷെ ഈ ആൾത്തിരക്കും ഒക്കെ നമുക്ക് ഇപ്പൊ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ചു നേരം കൂടി കഴിയുമ്പോൾ ചൂട് കൂടുതലുണ്ട്. 2 ദിവസത്തേക്ക് ഒരു മഴ മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക്
പ്രതീക്ഷിക്കാം? തിരുവനന്തപുരത്തുകാരുടെ വിശ്വാസം അനുസരിച്ച് തലേദിവസം ഒരു മഴ പെയ്ത്, അതെ, അമ്മമ്മയൊക്കെ പറയുന്നുണ്ട് എപ്പോഴും. പക്ഷെ അതൊക്കെ പെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഈ വിശ്വാസമില്ലായ്മയൊക്കെ അവിടെ നിന്നാലും തലേദിവസം ഒരു മഴ പെയ്ത് ശുദ്ധിയാക്കും എന്നാണ് പറയാറ്. വെള്ളം വീണ് അവിടെ ഒന്ന് ശുദ്ധിയാക്കി അതിന് പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. കാരണം നമ്മൾ വഴിയോരത്താണ് ഇടുന്നത്. നഗരസഭയുടെ ഭാഗത്തുനിന്നുള്ള ശുചീകരണത്തിന് അപ്പുറത്തേക്ക് ദേവിയായിട്ട് കളിച്ചിട്ട് പോകുന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ അതൊക്കെ ഇന്നലെ പക്ഷെ എനിക്ക് മഴ പെയ്തില്ല, പക്ഷെ വളരെ കാമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. മിനിയാന്നൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു, ഒരു ചെറിയ മഴയൊക്കെ മിനിയാന്ന് പെയ്തു. അതുകൊണ്ട് അന്തരീക്ഷം കുറച്ച് ചൂടൊക്കെ കുറഞ്ഞിട്ടായിരുന്നു ഇന്നലെ ഇരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പൊങ്കാല ഇടുന്നവരോട്, ഇത് കാണുന്നവരോടൊക്കെ പറയാനുള്ളത് വളരെയേറെ ശ്രദ്ധിക്കണം. തീയാണ്. അപ്പോൾ കുട്ടികളെ പരമാവധി അടുപ്പിനടുത്തേക്ക് പോകാതിരിക്കാൻ സൂക്ഷിച്ച് അവരെ മാറ്റി നിർത്തണം. ധരിക്കുന്ന വസ്ത്രങ്ങളിൽ നിന്ന് തീ പടരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒപ്പം ചൂട് കൂടുന്നതിനനുസരിച്ച് നിർജ്ജലീകരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഹ്യൂമിഡ് ആവാൻ സാധ്യതയുണ്ട്. ഈ മഴക്കാർ ഇങ്ങനെ മൂടി നിൽക്കുമ്പോൾ നമ്മൾ അറിയില്ല ചൂട് കൂടുന്നതും ശരീരം ക്ഷീണിക്കുന്നതും ഒന്നും അറിയില്ല. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ സുരക്ഷിതമായി നിങ്ങളെ ഇങ്ങോട്ട് അയച്ച, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോൾ വീട്ടിൽ ബാക്കിയുള്ളവരൊക്കെ സമാധാനമായി തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ സുരക്ഷിതമായി തിരിച്ചു പോകേണ്ടത് ഈ തിരുവനന്തപുരം നഗരത്തിന്റെ മുഴുവൻ ഒരു ആഗ്രഹമാണ്. ഗതാഗത ക്രമീകരണം ഇന്നലെ ഉച്ച മുതൽ തുടങ്ങിയിട്ടുണ്ട് ശ്രീജ. ഇന്നലെ 12 മണി മുതൽ ഉണ്ട്. ഒപ്പം സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. അപ്പൊ അതിന്റെ കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷം വേറെ. ഗതാഗത ക്രമീകരണം നഗരത്തിൽ ഇന്നലെ തുടങ്ങി ഇന്ന് രാത്രി 8 മണി വരെ ഉണ്ട്. അപ്പൊ അത് പോലീസ് പറയുന്ന അനുസരിച്ച് നമ്മൾ ഒരിടത്തേക്ക് ചെല്ലുമ്പോൾ ഇതുവഴി പോകാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷെ അത് അവര് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള രീതിയിൽ അവർ പറയുന്ന അനുസരിച്ച് പോകുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലത്. ഞാൻ 2005-ലാണ് PG വരുന്നത്. പ്രായം മനസ്സിലായി 2005 വരുമ്പോഴാണ് ഞാൻ ആദ്യം ഈ പൊങ്കാലയെ കുറിച്ചൊക്കെ കേൾക്കുന്നത്. ഇവിടുത്തെ ഇപ്പൊ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഈ താലപ്പൊലി എടുക്കുന്ന കുട്ടികളെ മുഴുവൻ അവിടെ ഇവിടെയൊക്കെ ആയി കാണാം. നല്ല സുന്ദരികളായി അണിഞ്ഞൊരുങ്ങി വരുന്ന ഭവ്യ നേരത്തെ ഒരു കുട്ടിയെ കാണിച്ചു തന്നില്ല. അതുപോലെ ഇവിടെ മുഴുവൻ അങ്ങനത്തെ കുട്ടികളെ അവിടെ എവിടെയായിട്ടൊക്കെ കാണാം. നിങ്ങളുടെയൊക്കെ ഒരു അശ്വതയുടെ ഒക്കെ ഒരു പൊങ്കാല ഓർമ്മ, ഏറ്റവും ഫസ്റ്റ് ഓർമ്മ ഏതായിരിക്കും? ഞാനത് പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. കാരണം ഓരോ പ്രായക്കാർക്കും ഞാൻ തിരുവനന്തപുരത്തുകാരെ വെച്ച് പറയാം. കാരണം അവർക്കാണ് അത് ഏറ്റവും അടുത്ത് നിന്ന് അതെ. ഈ ഇവിടെ ഉള്ള ഓരോ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും, ഒരുപക്ഷെ ശ്രീജയ്ക്ക് അറിയോ, ഇവിടെ ആദ്യമായിട്ടൊരു പെൺകുട്ടി കൗമാരത്തിൽ സാരി ഉടുക്കുന്ന ചിലപ്പോൾ പൊങ്കാലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ സാരി ഉടുക്കുന്ന അടുത്ത പൊങ്കാലയ്ക്ക് ഞാൻ സാരി ഉടുക്കും. അപ്പൊ പാവാടയിൽ നിന്ന് സാരിയിലേക്ക് മാറുന്ന ഒരു കാലം കൂടിയായി പൊങ്കാല. തീർച്ചയായിട്ടും താലപ്പൊലി എടുക്കുമ്പോൾ ഫ്രോക്ക് ആയിരിക്കും ചിലപ്പോ. നമ്മൾ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അത്രയും ചെറുതാണ്. പിന്നെ നമുക്ക് ഒരുങ്ങാം, മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത പെൺകുട്ടികൾ ഉണ്ടാവില്ല. അതെ, ശരിക്കും ആ ജണ്ടും ആ കിരീടം, അതായത് മയിൽപ്പീലി കുത്തിയൊരു കിരീടമുണ്ട്. ആ കിരീടമൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. നമ്മളൊക്കെ ഒരുപാട് പിന്നെ ഇവിടെ എനിക്ക് 90% പെൺകുട്ടികളും തിരുവനന്തപുരത്ത് ജനിക്കുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാരായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും വ്രതം ഉണ്ടാവും. താലപ്പൊലി 10 വയസ്സിന് താഴെയുള്ള ചെറിയ പെൺകുട്ടികളാണ് ഈ താലപ്പൊലി എടുക്കുക. ദേവിക്ക് ഇഷ്ടമാണ് തട്ടം നിവേദിക്കുന്നത്. അപ്പൊ അവരുടെ തട്ടത്തില് അരിയും ദേവിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളും പൂക്കളും ചന്ദനവും അങ്ങനെ എല്ലാം ഉണ്ടാവും. അത് ദേവിയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നതായിട്ടാണ്. അപ്പൊ നമ്മൾ ആ തട്ടെടുത്ത് വിളക്കൊക്കെ ആയിട്ട് ദേവിക്ക് സമർപ്പിക്കുന്നതായിട്ടാണ്. ഒപ്പം പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഉണ്ട് കുത്തിയോട്ടം. അപ്പൊ ജനിക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ നേർച്ച നേര് വരെ. അപ്പൊ ഞാൻ കുത്തിയോട്ടത്തിന് വ്രതം എടുപ്പിച്ചേക്കാം. അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഈ മംഗല്യ ഭാഗ്യം അങ്ങനെയൊക്കെ അവരുടെ കുടുംബജീവിതം നന്നാകാനൊക്കെയാണ് ആ രീതിയിലാണ് അവർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർ വ്രതം എടുത്തിട്ട് അവർ 7 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞൊരു ലൈഫിന്റെ ഒരു ഇതും കൂടി കൊടുക്കുന്നുണ്ട്.